അദാനിക്കുമേൽ തട്ടിപ്പ് കുറ്റം ചുമത്തി വിചാരണ ചെയ്യാൻ അമേരിക്ക തീരുമാനിച്ചു. 2000 കോടി രൂപയ്ക്ക് തുല്യമായ 250 ദശലക്ഷം ഡോളർ കൈക്കൂലിയായി നൽകി എന്നാണ് ആരോപണം. ഇനിയാണ് ഈ കേസിന്റെ മർമ്മം. 2000 കോടി രൂപയുടെ കൈക്കൂലി നൽകിയത് അമേരിക്കയിലെ ഉദ്യോഗസ്ഥർക്കല്ല, ഇന്ത്യൻ സർക്കാരിലെ ചില വേണ്ടപ്പെട്ടവർക്കും ഉദ്യോഗസ്ഥർക്കുമാണ്. ഗൗതം അദാനി നേരിട്ട് പങ്കെടുത്ത യോഗത്തിൽ കൈക്കൂലി വാഗ്ദാനം മുന്നോട്ട് വച്ചതിനുള്ള തെളിവുണ്ടെന്ന് അമേരിക്ക ആരോപിക്കുന്നു. ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്താൽ അമേരിക്ക എന്തിനാണ് കേസെടുക്കുന്നത് എന്ന് സംശയം ഉയരുന്നത് സ്വാഭാവികം. നയാ പൈസ കൈക്കൂലി കൊടുക്കാത്ത, മുഴുവൻ ഇടപാടുകളും നിയമപരമായ, കേസുകളൊന്നും നിലവിലില്ലാത്ത സ്ഥാപനം എന്ന് സത്യവാങ്മൂലം ഫയൽ ചെയ്താണ് അമേരിക്കയിലെ നിക്ഷേപകരിൽ നിന്ന് 2023 പണം സ്വരൂപിച്ചത്. ഇത്ര വലിയ തട്ടിപ്പ് നടത്തി കരാറുകൾ നേടിയെടുത്ത സ്ഥാപനം അമേരിക്കയിലെ നിക്ഷേപകരെ വഞ്ചിച്ചു എന്നാണ് കേസ്. 175 ദശലക്ഷം ഡോളർ അമേരിക്കയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ സ്വരൂപിച്ച അദാനി അടുത്ത സമാഹരണത്തിന് നീക്കം നടത്തുമ്പോഴാണ് കേസ് വരുന്നത്. ആ കുറ്റപത്രത്തിൽ പറയുന്ന 2 വാചകങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരൻ എന്ന നിലയിൽ അദാനി ആ ബന്ധം ഉപയോഗിച്ചു. ഇന്ത്യയിലെ നിരവധി കരാറുകൾ നേടിയെടുക്കാൻ ഇന്ത്യൻ സർക്കാർ അദാനിക്ക് വലിയ ഇളവുകൾ ചെയ്തു കൊടുത്തു. ഗൗതം അദാനിയുടെ മരുമകനായ സാഗർ അദാനിയുടെ ഫോണിൽ കൈക്കൂലി കൊടുത്തതിന്റെ തെളിവുകൾ ഉണ്ട് എന്നും ആ കുറ്റപത്രത്തിലുണ്ട്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. അദാനിയെ കുരുക്കുമോ അമേരിക്ക? ഇന്ത്യയിലെ പത്രങ്ങൾ ഒന്നും കൊടുക്കാത്ത വിവരമായിരുന്നു അദാനിക്കെതിരായ കേസ് ഇന്ത്യയിലെ തട്ടിപ്പിനാണ് എന്നത്. പല പത്രങ്ങളും വായിച്ചാൽ അമേരിക്കയിൽ കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചതിന് കേസ് എടുത്തു എന്ന് മാത്രമാണ് മനസ്സിലാവുക. ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്ത് നിയമം ലംഘിച്ച് നേടിയെടുത്ത കരാറുകൾ കാണിച്ച് അമേരിക്കയിൽ നിന്ന് പണം സ്വരൂപിച്ചു എന്നാണ് ആ കേസ്. ഇത് തട്ടിപ്പിന്മേൽ വഞ്ചന എന്ന ഇരട്ട കുറ്റമാണ്. അതാണ് അമേരിക്കയിൽ വിചാരണ ആരംഭിക്കുന്ന കേസ്. ഇന്ത്യയിലെ 2ാമത്തെ വലിയ പണക്കാരനാണ് ഗൗതം അദാനി. പലപ്പോഴും മുകേഷ് അംബാനിയെ പിന്നിലാക്കി 1ാം സ്ഥാനത്തും എത്താറുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്. 2 വർഷം മുമ്പ് പുറത്തുവന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് ആരോപിച്ചതും സമാനമായ കുറ്റം ആയിരുന്നു. പണം സമാഹരിക്കാനായി വ്യാജരേഖകൾ ചമച്ചുവെന്നും കള്ളം പ്രചരിപ്പിച്ചുവെന്നുമായിരുന്നു ആരോപണം. ഹിൻഡൻബർഗിനെതിരെ ഇന്ത്യയിൽ നിയമ നടപടി ആരംഭിച്ചതല്ലാതെ ഗൗതം അദാനിക്കെതിരെ ഒരു നീക്കവും ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികളോ കോടതികളോ തുടങ്ങിയില്ല. ഇപ്പോൾ അമേരിക്ക എടുത്ത കേസ് അത്യന്തം ഗുരുതര സ്വഭാവം ഉള്ളതാണ്. സാഗർ അദാനിയുടെ ഫോണിൽ നിന്ന് ലഭിച്ചതായി കുറ്റപത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഫോണിൽ പ്രത്യേക ആപ്പിലാണ് കൈക്കൂലി വിവരങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത്. അതിൽ അദാനിയെ വിശേഷിപ്പിച്ചത് മിസ്റ്റർ എ എന്നും ന്യൂമറോ ഊനോ എന്നുമാണ്. ഇനിയാണ് കഥ. അതിൽ അദാനി ഗ്രീൻ എനർജി MDയും CEO-യുമായ വിനീത് ജെയിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ന്യൂമറോ ഊനോ -1 എന്നാണ്. അതായത് ഗൗതം അദാനിയേക്കാൾ ഒരു പടി താഴെ. എന്നാൽ ന്യൂമറോ ഊനോ +1 വിവരം അറിഞ്ഞു എന്നൊരു വാചകം കൂടി അതിലുണ്ട്. ന്യൂമറോ ഊനോ ഗൗതം അദാനിയാകുമ്പോൾ അദാനിക്ക് മുകളിൽ വരുന്ന +1 ന്യൂമറോ ഊനോ മക്കളായ കരൺ അദാനിയോ ജീത് അദാനിയോ ആകില്ല. എല്ലാ വിവരവും അറിഞ്ഞ ആ +1 ആരാണ്? കുറ്റപത്രത്തിൽ പിന്നീട് വിവരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അടുപ്പമാണ്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയും പിന്നീട് പ്രധാനമന്ത്രിയും ആയപ്പോഴാണ് അദാനി ഗ്രൂപ്പ് വളർന്നത് എന്ന ആരോപണത്തിന് ഗൗതം അദാനി നൽകിയ മറുപടിയും കുറ്റപത്രത്തിലുണ്ട്. അതുകേട്ട് നമ്മൾ ഇന്ത്യക്കാർ ഒരിക്കലും ചിരിക്കാൻ പാടില്ല. നരേന്ദ്രമോദി മുഖ്യമന്ത്രി പോലും ആകുന്നതിനും 10 വർഷം മുമ്പ് നരസിംഹറാവു സർക്കാർ ഒരുക്കിയ ഉദാരവൽക്കരണ നടപടികളാണ് കമ്പനി വളരാൻ കാരണം എന്നാണ് ഗൗതം അദാനിയുടെ മറുപടി. അപ്പോൾ ശരിക്കും പ്രതി കാലം ചെയ്ത പാമൂലവർത്തി വെങ്കിടപതി നരസിംഹറാവു ആകുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. കേസ് ശരിയാണോ എന്ന് പറയാറായിട്ടില്ല. അമേരിക്കയിൽ വിചാരണയും വിധിയും കഴിയാതെ കുറ്റക്കാരനാക്കുന്നതും ശരിയല്ല. എന്നാൽ സാഗർ അദാനിയും വിനീത് ജെയിനും ചേർന്ന് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതും കുറ്റപത്രത്തിലുണ്ട്. ഇമെയിലുകളും ഇലക്ട്രോണിക് മെസ്സേജുകളും ഡിലീറ്റ് ചെയ്തു എന്നും അവയെല്ലാം വീണ്ടെടുത്തു എന്നുമാണ് കുറ്റപത്രം പറയുന്നത്. ഏതായാലും സംഭവം കേരളത്തിലെ പോലെയല്ല.
ഇവിടെ ഒരു IAS ആദ്യം ഹിന്ദു ഗ്രൂപ്പും അതിന്റെ കേട് തീർക്കാൻ മുസ്ലിം ഗ്രൂപ്പും ഉണ്ടാക്കിയത് തേച്ചുമാച്ചത് കണ്ടതാണ്. ഫോർമാറ്റ് ചെയ്തതിനാൽ തെളിവ് കിട്ടിയില്ല എന്ന് കൈമലർത്തിയാണ് ഇവിടുത്തെ DGP സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. അതുപോലല്ല അമേരിക്കയിലെ കേസ്. ആ കേസ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ആദ്യം സംഭവിച്ചത് ഓഹരി വിപണിയിലാണ്. വിവരം പുറത്തുവന്ന് ഒറ്റ മണിക്കൂർ കൊണ്ട് 20% അദാനി ഓഹരിക്കുണ്ടായ ഇടിവ്. അതിനപ്പുറം ഒരു ദിവസം തകരാൻ അനുവദിക്കില്ല എന്നതിനാൽ മാത്രം വീഴ്ച അവിടെ ആദ്യ ദിവസം നിന്നു. എന്തുകൊണ്ടാണ് ഈ കേസ് ഇന്ത്യക്കാർക്ക് അതിപ്രധാനമാകുന്നത്? ഈ കേസിന്റെ മർമ്മം ഇന്ത്യയിൽ 2000 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്നാണ്. ആ പണം വാങ്ങിച്ച് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ തെളിവാണ് കുറ്റപത്രത്തിൽ നിരക്കെ പറയുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾ സത്യവാനും സാവിത്രിയുമാണെന്ന് പറഞ്ഞ് സത്യവാങ്മൂലം നൽകി അമേരിക്കയിലെ നിക്ഷേപകരെ വഞ്ചിച്ചു. അമേരിക്കയിലെ ജനാധിപത്യത്തിൽ ഗൗതം അദാനിയല്ല, ഇപ്പോൾ സർക്കാർ പദവിയിലുള്ള എലോൺ മസ്ക് കുറ്റം ചെയ്താലും വിചാരണ ചെയ്യപ്പെടും. ട്രംപിനെതിരെ എത്ര കേസുകളിലാണ് അവിടെ വിചാരണ നടക്കുന്നത്? അമേരിക്കയിലെ എലോൺ മസ്കിനെതിരെ ഇന്ത്യയിലാണ് ഇങ്ങനെ ഒരു നീക്കം എന്ന് ആലോചിച്ചു നോക്കൂ. എന്ത് സംഭവിക്കും? ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് സമീപകാലത്ത് തന്നെ തെളിഞ്ഞതാണ്. കാരണം എലോൺ മസ്കിന് ഒരു ലേലവും ഇല്ലാതെ ട്രാൻസ്പോണ്ടറുകൾ നൽകാൻ സർക്കാർ തീരുമാനിച്ചു. മുകേഷ് അംബാനി എതിർത്തിട്ട് പോലും ഒന്നും തടസ്സപ്പെട്ടില്ല. മസ്ക് വന്ന് നയാ പൈസ മുടക്കാതെ വെറുതെ കാര്യം നേടിപ്പോയതല്ല എന്ന ആരോപണം അന്നേ ഉയർന്നതാണ്. ഇവിടെ ആരു കേൾക്കാൻ? മസ്ക് ഇപ്പോൾ പാലക്കാടുകാരൻ വിവേക് രാമസ്വാമിക്കൊപ്പം ഫെഡറൽ സർക്കാരിലെ കാര്യക്ഷമതാ വകുപ്പ് അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ സഹതലവൻ ആണ്. ഗൗതം അദാനിയെ അമേരിക്ക കുറുക്കിയാൽ അത് അദാനി ഗ്രൂപ്പിന്റെ മാത്രം പ്രശ്നമാണ്, ഇന്ത്യൻ സർക്കാരിന്റെയോ ജനതയുടെയോ പ്രശ്നമല്ല. കാരണം അദാനിക്ക് ഇന്ത്യൻ സർക്കാരുമായോ ജനാധിപത്യവുമായോ രേഖാമൂലമുള്ള ഒരു ബന്ധവും ഇല്ല. എന്നാൽ മസ്കിനെതിരെ കേസ് വന്നാൽ ഡൊണാൾഡ് ട്രംപും മറുപടി പറയണം. ഇപ്പോൾ അദാനിക്കെതിരായ കേസ് അമേരിക്കയിലെ ഇന്ത്യൻ വംശജരെ മാത്രമല്ല, ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരെയും നാണം കെടുത്താൻ ഒരു കാരണമുണ്ട്. കുറ്റപത്രത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി അദാനിക്കുള്ള ബന്ധം വിവരിക്കുന്നു എന്നതാണ് അത്. ന്യൂയോർക്ക് ടൈംസിന്റെ പ്രധാന തലക്കെട്ട് തന്നെ നോക്കുക. US ചാർജസ് ഇന്ത്യൻ ബില്യനെയർ അദാനി വിത്ത് ഫ്രോഡ് ഓവർ ബ്രൈബറി സ്കീം. ഇന്ത്യൻ ശതകോടീശ്വരൻ ഫ്രോഡാണെന്നാണ് പറയുന്നത്. ആ ഫ്രോഡ് കാണിച്ചയാൾക്ക് ബന്ധമുള്ള ന്യൂമറോ ഉനോ +1 ആരാണ് എന്ന് കൂടിയേ ഇനി പുറത്തു വരാൻ ബാക്കിയുള്ളൂ. സംഗതി MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ +2 അധികം 2 എന്നും LKGയെ ന്യൂനം 2 എന്നും വിളിച്ചതുപോലെ അല്ല. കേസ് അമേരിക്കയിൽ ആണെങ്കിലും ഈ ന്യൂമറോ അധികം 1 ആരാണ് എന്ന് വെളിപ്പെടുന്ന നിമിഷം ഭൂകമ്പം ഉണ്ടാകുന്നത് ഇന്ത്യയിലായിരിക്കും. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ഇവിടെ പൂർത്തിയാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.